ഏതായാലും നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമാണ് ഉടലെടുക്കുന്നത്. ഈ ഒരു സംസ്ഥാന ബജറ്റിലെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതിപക്ഷം ഈ ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയെങ്കിലും അനുമതി സ്പീക്കർ നിഷേധിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഡി ബിനോയ് ചേരുന്ന വിവരങ്ങളുമായി. ബിനോയ്, എന്തായാലും സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധമാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? 50 അനുസരിച്ചാണ് പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. കഴിഞ്ഞ അതായത് ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം തന്നെ വലിയ ചർച്ചയായിരുന്നു. പ്രത്യേകിച്ചും വില കുറഞ്ഞ മദ്യം ലഭ്യമാക്കും എന്നുള്ളത്, അതായത് നികുതി ഇളവ് വരുത്തിക്കൊണ്ട് വില കുറഞ്ഞ മദ്യം നൽകും എന്നുള്ളത് ഇവിടെ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രതിപക്ഷം ഇന്ന് ഈ നികുതി ഇളവ് സംബന്ധിച്ചും ഒപ്പം മദ്യം വില കുറച്ച് വിൽക്കുന്നത് സംബന്ധിച്ചും ഉള്ള ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പക്ഷേ റൂൾ 50 അനുസരിച്ച് ആ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയെങ്കിൽ തന്നെയും ഈ വിഷയം ബഡ്ജറ്റിൽ മാത്രം ഉൾപ്പെടുത്തുകയും അതിനുപരി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നിയമസഭയിൽ പുരോഗമിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഇത് അടിയന്തര പ്രമേയം അനുവദിക്കാനാകില്ല എന്ന് സ്പീക്കർ നിലപാടെടുത്തു. ഇതേ തുടർന്നാണ് പ്രതിപക്ഷം ബഹളം വെച്ചത്. പ്രധാനമായും ഇതിനകത്ത് പ്രതിപക്ഷം ഉന്നയിക്കുന്നൊരു കാര്യം കർണാടക ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ മദ്യ കമ്പനിക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ ഇളവ് നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, നിലവിൽ 251% നികുതിയാണ് മദ്യത്തിന് സംസ്ഥാനത്തുള്ളത്. അതിൽ 130% കുറച്ചുകൊണ്ട്, അല്ലെങ്കിൽ 120 കുറച്ചുകൊണ്ട് 130% ആർക്ക് വേണ്ടിയാണ് ഈ മദ്യനികുതി കുറച്ചത് എന്നുള്ളത് ധനമന്ത്രി വ്യക്തമാക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ തന്നെയും പ്രതിപക്ഷ നേതാവിനും കൂടുതൽ സംസാരിക്കാൻ അനുമതി നൽകിയത്. തുടർന്ന് പ്രതിപക്ഷ അംഗങ്ങൾ നേരെ ബെല്ലിലേക്ക് ഇറങ്ങുകയും ബെല്ലിൽ നിന്നും സ്പീക്കർ ഡയസിന് മുന്നിലെത്തി പ്രതിഷേധിക്കുകയും ചെയ്തു. പ്രതിഷേധം വലിയ തരത്തിൽ ഉയർന്നെങ്കിൽ തന്നെയും സഭാ നടപടികൾ മുടക്കം കൂടാതെ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. സബ്മിഷൻ്റെ സമയത്ത് സബ്മിഷനുകൾ അവതരിപ്പിക്കുകയും ചെയ്തു. നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കോൺഗ്രസിനകത്തും ഒപ്പം തന്നെ പുറത്തുമൊക്കെ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മുതിർന്ന കോൺഗ്രസ് നേതായ VM സുധീരൻ തന്നെയാണ് ആദ്യം രംഗത്തെത്തിയത്. കാരണം മദ്യത്തിനെതിരെ വലിയ തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്ന കോൺഗ്രസ് തന്നെ മദ്യ നികുതിക്ക് ഇളവ് വരുത്തിക്കൊണ്ട് വില കുറച്ച് വിൽക്കാൻ നടത്തുന്ന നീക്കങ്ങൾ ശരിയല്ല എന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള പദ്ധതികൾ സംസ്ഥാനത്ത് വ്യാപകമായി നടക്കുകയാണ്. ആഭ്യന്തര വകുപ്പ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ലഹരിക്കെതിരെ വലിയ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുമ്പോൾ ഇത്തരത്തിൽ മദ്യത്തിൻ്റെ നികുതി ഇളവ് വരുത്തിക്കൊണ്ട് വില കുറയ്ക്കുന്നത് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് എന്നും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. പ്രതിപക്ഷത്തു നിന്നും KN ബാലഗോപാൽ MLA ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പക്ഷേ ആ നോട്ടീസ് തള്ളുകയായിരുന്നു ചെയ്തത്. തള്ളിയതിനു ശേഷമാണ് ഇത്തരത്തിൽ പ്രതിപക്ഷം ബഹളവുമായി സഭയുടെ നടുത്തളത്തിലിറങ്ങിയതും സ്പീക്കർ ഡയസിന് മുമ്പിൽ പ്രതിഷേധിച്ച മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തത്. മുദ്രാവാക്യത്തിൽ പ്രധാനമായും അവർ ഉൾപ്പെടുത്തിയിരുന്നത് കോൺഗ്രസ് നേതാക്കന്മാർ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെയാണ്. കാരണം KC വേണുഗോപാലിൻ്റെ ഉൾപ്പെടെയുള്ള പേരുകൾ അവർ മുദ്രാവാക്യത്തിൽ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. കാരണം ഇത് കർണാടക ലോബിയുമായുള്ള ബന്ധം അത് നേരത്തെ തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ മന്ത്രിസഭ അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പ് ഫലം പുറത്തു വന്നപ്പോൾ തന്നെ ചില ഇടപാടുകൾ സംസ്ഥാനത്തെ UDFന് മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുത്തി ഉണ്ട്. അത് മറ്റെന്തെങ്കിലും നേട്ടങ്ങൾക്കായിരിക്കും എന്നൊക്കെ അന്ന് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. അത്തരം കാര്യങ്ങൾ കൂടി സഭയ്ക്ക് മുന്നിൽ ഉന്നയിച്ചുകൊണ്ടും മുദ്രാവാക്യമായി ഉയർത്തിക്കൊണ്ടുമാണ് സഭയുടെ നടുത്തളത്തിൽ പ്രതിപക്ഷം വലിയ തരത്തിൽ ബഹളം വയ്ക്കുന്നത്. നേരത്തെ മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ വളരെ വ്യക്തമായി പറഞ്ഞ കാര്യവും ആ മദ്യ കമ്പനിയുടെ പേരുൾപ്പെടെ അദ്ദേഹം സഭയിൽ പറയുകയുണ്ടായി. ആ പ്രസംഗം തുടരുവാൻ സ്പീക്കർ അനുമതി നൽകിയില്ല. തുടർന്നാണ് പ്രതിപക്ഷം പ്രകോപനപരമായ മുദ്രാവാക്യവുമായി നടുത്തളത്തിലേക്ക് എത്തിയത്. ഇതിനിടയിൽ സ്പീക്കർ പല ആവർത്തി തിരിച്ച് ഇരിപ്പിടങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ പ്രതിപക്ഷ അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയെങ്കിലും അവർ കൂട്ടായില്ല. മാത്രവുമല്ല, അവർ സ്പീക്കർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എത്ര പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയാൽ തന്നെയും ഒരു കാരണവശാലും വാച്ച് ആൻഡ് വാർഡിനെ ഉപയോഗിച്ചുകൊണ്ട് നീക്കം ചെയ്യില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് വാക്കൗട്ട് നടത്തി പോകാം എന്നൊക്കെ സ്പീക്കർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രതിഷേധങ്ങൾക്കിടയിലും സബ്മിഷനിലേക്ക് കടക്കാൻ സഭ തീരുമാനമെടുക്കുകയായിരുന്നു. സബ്മിഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഈ വിഷയം, അതായത് മദ്യത്തിൻ്റെ നികുതി കുറച്ചുകൊണ്ട് വിൽക്കുന്നതിന് വേണ്ടിയുള്ള വിഷയം വലിയ ചർച്ചയായി കോൺഗ്രസിൽ തുടരുകയാണ്. പ്രത്യേകിച്ചും VM സുധീരൻ മാത്രമല്ല,
ഇതിനെല്ലാം ഉപരിയായി എക്സൈസ് മന്ത്രി എം ലിജുവിനോട് പോലും ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു ആലോചനയും നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പരസ്യമായി പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ എം ലിജു എക്സൈസ് കമ്മീഷണർ ഉൾപ്പെടെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രിയെ കാണുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ തന്നെയും മുഖ്യമന്ത്രിയെ കണ്ടില്ല. അങ്ങനെ മുഖ്യമന്ത്രിയുമായുള്ളൊരു കൂടിക്കാഴ്ച എം ലിജു നടത്തുകയാണെങ്കിൽ അതൊരു പ്രതിഷേധത്തിൻ്റെ സ്വഭാവമായി മാറപ്പെടും എന്ന് തന്നെ ഒരു വിലയിരുത്തലുണ്ടാകും. അതുകൊണ്ട് തന്നെ തൽക്കാലം എം ലിജു ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയോട് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പോയിട്ടില്ല. അതേസമയം ഓപ്പറേഷൻ തൂഫാന് നേതൃത്വം നൽകുന്ന ആഭ്യന്തരമന്ത്രിയാകട്ടെ ഈ വിഷയങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിയോജിപ്പ് വാക്കുകളെല്ലാം തന്നെ നിഴലിക്കുന്നുണ്ടായിരുന്നു. അതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം സംസ്ഥാനത്ത് ലഹരി വിരുദ്ധ പദ്ധതികളുമായി മുന്നോട്ട് ആഭ്യന്തര വകുപ്പ് പോകുമ്പോൾ മാത്രവുമല്ല ഇന്ന് തന്നെ നിയമസഭയിൽ കണക്ക് വരെ അദ്ദേഹം അവതരിപ്പിച്ചു. ഏകദേശം 2500-ലധികം കേസുകളാണ് ഓപ്പറേഷൻ തൂഫാൻ അനുസരിച്ച് ജൂൺ 2 മുതൽ 2 ആഴ്ചക്കുള്ളിൽ എടുത്തിട്ടുള്ളത്. അത്രയും കേസുകളെടുത്ത് അതുപോലെ തന്നെ ഈ മദ്യത്തിനെതിരെ ശക്തമായ നീക്കങ്ങൾ സംസ്ഥാനത്ത് നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ മദ്യത്തിൻ്റെ നികുതി ഇളവ് വരുത്തി വില കുറച്ച് വിൽക്കുന്നതിന് വേണ്ടിയുള്ളൊരു നീക്കം ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭരണപക്ഷത്തും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ട്. ആ വിഷയങ്ങൾ ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ KPCC യോഗത്തിലൊക്കെ തന്നെ ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറി പറഞ്ഞ ഒരു കാര്യം, കോൺഗ്രസിനും ഒപ്പം തന്നെ UDF-നും അവർക്ക് അവരുടേതായ നയങ്ങളുണ്ട്. മദ്യമായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ ചില തീരുമാനങ്ങൾ എടുക്കുന്നത് സംബന്ധിച്ച് ഓരോ നയങ്ങളുണ്ട്. ആ നയം അനുസരിച്ച് മാത്രമേ കോൺഗ്രസ് മുന്നോട്ട് പോവുകയുള്ളൂ. ഒരു പക്ഷേ ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് കോൺഗ്രസിനകത്ത് തന്നെ വലിയ തരത്തിലെ ഒരു ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇതിന് പിന്നിൽ ഏതെങ്കിലും മദ്യലോബിയെ സഹായിക്കാനാണോ അല്ലെങ്കിൽ ഇത്തരത്തിൽ നികുതി ഇളവ് വരുത്തിയതിന് പിന്നിൽ ഏതെങ്കിലും മദ്യലോബി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മുതിർന്ന മറ്റ് പല നേതാക്കളും ഈ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടില്ല എങ്കിൽ തന്നെയും VM സുധീരൻ ആണ് ആദ്യം പ്രതികരണവുമായി എത്തിയത്. VM സുധീരൻ മദ്യത്തിനെതിരെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രതികരണം ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു. ഈ കരിമണ്ണൽ ഖനനം അത് സ്വകാര്യ മേഖലയുമായി ബന്ധപ്പെട്ട് നടപ്പാക്കും എന്നുള്ളത് പറഞ്ഞിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു വ്യക്തതയില്ല എങ്കിൽ തന്നെയും അതിനെതിരെയും VM സുധീരൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് ശക്തമായി പ്രതികരിച്ചിരുന്നു. അപ്പോൾ കോൺഗ്രസിനകത്തും പുറത്തുമൊക്കെ തന്നെ ഈ മദ്യത്തിൻ്റെ നികുതി ഇളവ് വരുത്തിക്കൊണ്ട് വില കുറച്ച് വിൽക്കുന്നതിനെതിരെ ശക്തമായ ഒരു നീക്കം നടക്കുന്നതിനിടയിലാണ് പ്രതിപക്ഷം ഈ വിഷയം ഇന്ന് അടിയന്തര പ്രമേയമായി സഭയിൽ ഉന്നയിക്കാൻ തീരുമാനിച്ചതും ആ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചത് വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ബിനോയ്, നമുക്കറിയാം ഈ ഒരു സഭയിൽ പ്രധാനമായും പ്രതിപക്ഷം ഉയർത്തിയ ഒരു ആരോപണം എന്ന് പറയുന്നത് അഴിമതിയാണ് നടക്കുന്നത് എന്നതാണ് പ്രധാനമായും പ്രതിപക്ഷം ഉയർത്തുന്നത്. നമുക്കറിയാം പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന വേളയിലടക്കം ഈ ഒരു സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ട് അനുമതി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ഇനി സഭയിൽ ഉന്നയിക്കാൻ കഴിയില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായി. അഴിമതിയാണ് നടക്കുന്നത് എന്നതാണ് പ്രതിപക്ഷം പ്രധാനമായി ഉയർത്തുന്നത്. അത് സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഈ വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പ്രതിപക്ഷം തന്നെ ഉന്നയിച്ചിരിക്കുന്നത് ഈ നികുതി ഇളവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള അഴിമതി ഉണ്ട് എന്നാണ്. അത് സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള ഒരു ലോബി അല്ലെങ്കിൽ ഒരു മദ്യ ലോബി ഇതിൽ ഇടപെടുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെ പറയുന്നത്. അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമാക്കേണ്ടതും നികുതി കുറയ്ക്കുവാനിടയായ സാഹചര്യം എന്താണെന്ന് പറയേണ്ടതും സഭയ്ക്ക് മുന്നിൽ അറിയിക്കേണ്ടതും ധനമന്ത്രി ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുമായ VD സതീശനാണ്. ഒരു പക്ഷേ ഇന്നും നാളെയുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അതായത് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നും നാളെയുമായി പൂർത്തിയാകും. അതിനുശേഷമാണ് അല്ലെങ്കിൽ ചർച്ചയുടെ അവസാന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി മറുപടി പ്രസംഗം നടത്തുക. ആ മറുപടി പ്രസംഗത്തിന് മുമ്പ് പ്രതിപക്ഷ നേതാവിന് പറയാനൊരു അവസരം കൊടുക്കും. അതിനുശേഷം മുഖ്യമന്ത്രി മറുപടി പ്രസംഗം നടത്തും. ആ മറുപടി പ്രസംഗത്തിൽ ഒരു പക്ഷേ ഈ വില കുറച്ച നടപടി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമാക്കാനുള്ള സാഹചര്യമുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ മദ്യത്തിൻ്റെ നികുതി ഇളവ് വരുത്തുന്നതിനിടയായ സാഹചര്യം, അങ്ങനെയാണെങ്കിൽ ആ സാഹചര്യം എന്തുകൊണ്ട് വന്നു എന്നുള്ളത് വ്യക്തമാക്കും. അതല്ല എന്നുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെയും ഒപ്പം തന്നെ ഭരണപക്ഷത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിൻ്റെയും ഒക്കെ വിയോജിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തൽക്കാലം ഈ നികുതി ഇളവ് നൽകണ്ട എന്ന തരത്തിലേക്ക് എത്തിച്ചേരും. പക്ഷേ സ്വാഭാവികമായും പ്രതിപക്ഷം ഉന്നയിക്കുന്നത് വലിയ തരത്തിലുള്ള ആരോപണം തന്നെയാണ്. നിലവിൽ 251% മദ്യത്തിന് ഇപ്പോൾ കേരളത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി. പക്ഷേ ഇതിനകത്ത് അവർ
പറയുന്ന ഒരു കാര്യം വില കുറച്ച് അല്ലെങ്കിൽ മദ്യത്തിൻ്റെ വില കുറയ്ക്കാൻ പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് വീര്യത്തിൻ്റെ അളവാണ്. അതായത് 5% മുതൽ 10% വരെയും 10% മുതൽ 20% വരെ അങ്ങനെ വീര്യം കുറഞ്ഞ മദ്യത്തിനെ 2 വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് അതിലാണ് നികുതി ഘടനയിൽ മാറ്റം വരുത്തി നികുതി ഇളവ് വരുത്തിക്കൊണ്ട് മദ്യം വില കുറച്ച് വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ മദ്യം വില കുറച്ച് വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ സംസ്ഥാനത്ത് അത്തരം മദ്യം ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടും. അങ്ങനെ എണ്ണം കൂടുക വഴി ആരാണോ ഈ മദ്യം ഉത്പാദിപ്പിക്കുന്ന കമ്പനികൾ, ആ കമ്പനിക്ക് അമിതമായ തരത്തിൽ ലാഭമുണ്ടാകും. അവർക്ക് വലിയ തരത്തിൽ ആ മദ്യം വിറ്റഴിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ ലോബിയെ പിന്തുണ നൽകുന്ന ആരോ ഇത്തരത്തിൽ ഈ നികുതി കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നികുതിക്ക് ഇളവ് വരുന്നതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ മുഖ്യമായ ആരോപണം. ആ ആരോപണം തന്നെയാണ് അവർ ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നതും. എന്തായാലും പ്രതിപക്ഷം സഭയ്ക്കകത്തും പ്രതിഷേധിക്കുന്നതിനൊപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിലെ പല നേതാക്കന്മാർ കോൺഗ്രസിനകത്തും പുറത്തുമൊക്കെ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് വലിയ തരത്തിലെ ചർച്ചയായി മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഏതായാലും സഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമാണ് ഇന്നുണ്ടായത്. ഈ ഒരു സംസ്ഥാന ബജറ്റിലെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവുമായി ബന്ധപ്പെട്ടാണ് അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം നോട്ടീസ് നൽകിയെങ്കിലും അനുമതി സ്പീക്കർ നിഷേധിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അഴിമതിയാണ് നടക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഈ പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചത്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ ഓപ്പറേഷൻ തൂഫാൻ ശക്തമാക്കിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിന്റെ ഭാഗമായി ഇതുവരെ 2954 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 3176 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അന്തർ സംസ്ഥാന ലഹരി